അവൻ ആദ്യത്തെയും ഒമേഗയുമാണ്. ആയിരിക്കുന്നതിനും വരാനിരിക്കുന്നതുമായ യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ആ ചെറിയ നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയ സുഖിലും കെട്ടുകൾ പൊട്ടും, വലിയ അനുഗ്രഹങ്ങൾ ചൊരിയും. ആരും പറഞ്ഞാൽ കാര്യം നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. മഞ്ഞുകണം പോലെ പവിത്രമായ അവന്റെ സിംഹാസനത്തിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവനെ സമീപിച്ചവരെ തള്ളിക്കളയുകയില്ല. അവൻ നമ്മളുടെ പേരുകൾ അവന് ഉള്ളം കയ്യിൽ അവൻ ചേർത്ത് വെച്ച് എഴുതി വെച്ചിരിക്കുന്നു. അവനെയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. നമ്മൾ ഹെബ്രായർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണേ ദൈവജനമേ. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല, മുറുകെ പിടിക്കാം. നമുക്ക് നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവനം ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവനത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഹല്ലേലൂയ. വേണ്ട സമയത്ത് നമുക്ക് കരുണ ലഭിക്കും. ഹല്ലേലൂയ. നീണ്ടുപോകുകയില്ല. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ. ജലധാര പോലെ ഹൃദയത്തിൽ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചൊരിയുവിൻ. ഹല്ലേലൂയ. ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്വഭാവത്തിൽ ധരിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവിനെ സ്തുതിക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ജനത്തിന്റെ മുഖത്ത് കാണുന്ന തേജസ്, ഈശ്വര തേജസ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നു. എല്ലാവരും മുഖം പ്രകാശിച്ചു തുടങ്ങി. ഹല്ലേലൂയ. മാറിയിരിക്കുന്നു. ഒത്തിരി പേർ അനുഗ്രഹം പ്രാപിക്കുന്നു. ഈ വലിയൊരു നന്മയിലേക്ക് നമ്മൾ കൊണ്ടുവന്ന ഈശോയെ നമ്മൾ ഒന്നുകൂടി വലിയ സ്വരത്തിൽ സ്തുതിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കാം. ഉണർവിൻ കഴിച്ചുകൊണ്ട്
വചനം കേൾക്കുന്നതിന് മുന്നോടിയായി നമുക്ക് പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുകയും ചെയ്യും. അപ്പോസ്തല പ്രവർത്തനം 1:8. കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. ആ ശക്തി ഈശോയെ സ്തുതിക്കാനുള്ള ശക്തിയാണ്. സഹോദരനെ പോഷാന്ന് വിളിക്കാനുള്ള ശക്തി അല്ലാതെ, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ശക്തിയാണ്. വിശക്കുന്നവന് ആഹാരം കൊടുക്കാനുള്ള ശക്തിയാണ്. രോഗിയെ പരിചരിക്കുന്നതിനുള്ള ശക്തിയാണ്. സഞ്ചരിക്കാനുള്ള ശക്തി അല്ലാതെ. ആ ശക്തിയാണ് നമ്മൾ ഇപ്പോൾ വരാൻ പോകുന്നത്. ആ ശക്തിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
ന്യായത്തെ കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. എല്ലാം നമുക്ക് പറഞ്ഞു തരും. അവനിൽ എല്ലാം ഉണ്ട്. സൗഖ്യമുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം അവനിലുണ്ട്. സമ്പത്തുണ്ട്, എല്ലാം പരിശുദ്ധാത്മാവിലുണ്ട്. ഒന്നിനും അത് സൂപ്പർ മാർക്കറ്റ് അല്ല, ഹൈപ്പർ മാർക്കറ്റ് ആണ്. എല്ലാം അതിനകത്തുണ്ട്. ചെറിയ ഗ്രോസറി അല്ലാതെ അതിനകത്ത് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എല്ലാം ഉണ്ട്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കിട്ടും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അന്ത്യകാല അഭിഷേകം കൊയ്ത്തുകാല സമയമേ സകല സമയമല്ല ആത്മാവിൽ നിറയ്ക്കണമേ. അധികാരം പകരണമേ.
സ്വേദമേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കാര്യങ്ങളെ സ്തുതിക്കട്ടെ, ആരാധന നടത്തപ്പെടുന്ന മന്ദിരങ്ങളിലെ കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം പങ്കുവയ്ക്കുന്ന പ്രവർത്തനം സമർപ്പിക്കുന്നു. സ്വർഗ്ഗത്തിലെ കൈകൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ Hallelujah, 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 hallelujah.